ഹലോ ഗേസ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ തേർഡ് പാർട്ടി ഇവന്റുകൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. റെഡ് ബുൾ എമിയുടെ ലാൻഡ് ഫൈനൽസ് ഡിസംബർ 8-ാം തീയതിയാണ് നടക്കാൻ പോകുന്ന. ആ ഒരു ലാൻഡ് ഫൈനൽസിലേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്കിംഗ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ചിട്ടാണ് ആ ഒരു ലാൻഡ് ഇവന്റ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ അപ്പർ ബ്രാക്കറ്റും ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങളും ഇനി നടക്കാനിരിക്കുന്നുണ്ട്. അതിന്റെ അപ്പർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഡിസംബർ 10 മുതൽ 12-ാം തീയതി വരെയാണ് നടക്കുന്നത്. അത് ലൈവ് സ്ട്രീം ആയിട്ട് നമുക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ലോവർ ബ്രാക്കറ്റും സെയിം ഡേറ്റിൽ 10 മുതൽ 12-ാം തീയതി വരെയാണ് നടക്കുന്നത്. അത് ഓഫ് സ്ട്രീം ആയിട്ടാണ് നടക്കുക. ആ മാച്ചുകൾ നമുക്ക് ലൈവ് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ബ്ലൈൻഡ് സ്പോർട്സും മിത്ത് ഒഫീഷ്യൽസും ലോവർ ബ്രാക്കറ്റിലാണ് വരുന്നത്. അതിൽ നിന്നും ടോപ്പ് 8-ലെത്തിയാൽ മാത്രമേ നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് ടീമുകളെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് അതിനുശേഷം ലാസ്റ്റ് ചാൻസ് റൗണ്ടും വരുന്നുണ്ട്. അത് 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് അതിന്റെ ലൈവ് മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതിനുശേഷമാണ് നമ്മുടെ ലാൻഡ് ഫൈനൽസ് വരാനിരിക്കുന്നത്. ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ ഇവന്റുകളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊരു ഇവന്റാണ് GST സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന BGMA ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 4 ഗ്രൂപ്പുകളുടെ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് എയിൽ VXT ആ ഒരു ടോപ്പിലേക്ക് എത്തി 81 പോയിന്റുമായിട്ട്. സെക്കൻഡ് ഗോളിലേക്ക് ഉണ്ടായിരുന്ന 44 പോയിന്റുമായിട്ട്. ആൻഡ് ഗ്രൂപ്പ് ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ റെക്കനിങ് സ്പോർട്സ് 63 പോയിന്റായിട്ട് ടോപ്പിലുണ്ടായിരുന്നു. ഹൈദരാബാദ് ഹൈഡ്രാസ് സെക്കൻഡ് 62 പോയിന്റുമായിട്ടും. തേർഡ് ജെല്ലി നിൽക്കുന്നുണ്ട് 48 പോയിന്റായിട്ട്. അങ്ങനെ 4 ഗ്രൂപ്പുകളുടെ മത്സരങ്ങളാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസ് ഉള്ളത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ സെമി ഫൈനൽസിലേക്കും ക്വാളിഫൈ ആവും. സെമി ഫൈനൽ മത്സരങ്ങൾ നമുക്ക് ഇന്നു മുതൽ കാണാനായിട്ട് സാധിക്കും. 2 ദിവസമാണ് സെമി ഫൈനൽസിലുള്ളത്. ടോപ്പ് ടീമുകളും അണ്ടർഡോഗ് ടീമുകളും ഒക്കെ ഇതിൽ എത്തി ക്വാളിഫൈ ആയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും അതിന്റെ മാച്ചുകൾ നിങ്ങൾക്ക് GST സ്പോർട്സിന്റെ യൂട്യൂബ് ചാനലിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ വസിഷ്ഠ സ്പോർട്സ് എന്ന് പറഞ്ഞ T1 ഓർക്ക് അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയൽ ലൈനപ്പും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ടൂർണമെന്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ക്വാളിഫയേഴ്സ് ഇവന്റുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു വലിയ ലാൻ ഇവന്റ് തന്നെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് T1 ഓർഗുകൾ ഇനി അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയൽ വരുന്ന ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ലൈൻ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോബോട്ട്സിലെ റിപ്പറിനെ അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യലി അവർ ഫെയർവെൽ നൽകിയിരിക്കുകയാണ് അവരുടെ BGMA ലൈനപ്പിൽ നിന്നും. എൻ്റെ ഒപ്പം തന്നെ നമുക്ക് 8-ബിറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഫെയർവെൽ പോസ്റ്റ് കാണാനായിട്ട് സാധിച്ചു. ആൾറെഡി അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ BGMA അവരെ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ ഇപ്പോൾ ഒഫീഷ്യലി അവർ ആ ഒരു 3 പ്ലേയേഴ്സിന് റിലീസ് ചെയ്തു. ജൂസി, ആദിത്യ ആൻഡ് മൈറ്റിയാണ് അവർ റിലീസ് ചെയ്തത്. ഒപ്പം തന്നെ അവരുടെ പുതിയ ലൈനപ്പിന്റെ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ടീം ഫോർ എവറിലും ന്യൂമനിലും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഒവൈസിന്റെ ലൈനപ്പ് ഇതാ 8-ബിറ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒവൈസും മാഷും തുടങ്ങിയുള്ള ആ ഒരു ലൈനപ്പിന് 8-ബിറ്റ് എന്ന പേരിലായിരിക്കും ഇനി ഇവന്റുകളും കാര്യങ്ങളൊക്കെ കളിക്കാൻ പോകുന്നത്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇ സ്പോർട്സ് ചരിത്രത്തിൽ തന്നെ വലിയൊരു ഡീലാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഇതുവരെ നമ്മളെ സോളിന്റെ ടൈറ്റിൽ പാർട്ണർ ആയിരുന്നു IQ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊബൈൽ ബ്രാൻഡ്. ഇപ്പൊ അതാ ഇന്നലത്തെ ആ ഒരു ഡീലോട് കൂടിയിട്ട് 6 T1 ടീമുകളുടെ BGMA ടീമുകളുടെ ടൈറ്റിൽ പാർട്ണറായിട്ട് IQ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് അതിന്റെ ജേഴ്സി അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ചിട്ട് നടക്കുന്ന കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒറാങ്കുട്ടാന്റെ റെക്കനിങ്, 8-ബിറ്റ്, RNTX, തമിഴാസ് ആൻഡ് ഒപ്പം സോൾ, അങ്ങനെ 6 ടീമുകളുടെ ടൈറ്റിൽ പാർട്ണർ ആയിട്ടാണ് IQനെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ വലിയൊരു ഡീലാണ്. ഇനി ഒരു 6 ടീമുകളുടെയും മുന്നിൽ നമുക്ക് IQ എന്നുള്ള ആ ഒരു കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് IQ സോളിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി IQ ഒറാങ്കുട്ടാൻ, IQ റെക്കനിങ്, IQ 8-ബിറ്റ്, IQ RNTX, IQ തമിഴാസ് തുടങ്ങിയുള്ള 6 ടീമുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം 24 പ്ലേയേഴ്സിന്റെ പേരിന്റെ കൂടെയും IQ എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിമും വരുന്നതായിരിക്കും. കാസ്റ്റേഴ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം ഇവരുടെ പേര് പറയണമെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. ഇനി IQ വേഴ്സസ് IQ എന്ന് പറഞ്ഞിട്ടായിരിക്കും BGMA മൊത്തത്തിൽ ഇവന്റുകളിൽ ഫൈറ്റുകളും തേങ്ങമാങ്ങ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കാസ്റ്റേഴ്സ് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും ഇത് പറയാനും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത് ഇന്ത്യൻ ഇ സ്പോർട്സിന് വലിയൊരു ഡീൽ തന്നെയാണ്. ഇനി ഏതൊക്കെ ബ്രാൻഡുകൾ ഈ ഒരു ഇ സ്പോർട്സ് രംഗത്തിൽ അല്ലെങ്കിൽ BGMA ഇ സ്പോർട്സിലേക്ക് വരുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ ഇവന്റുകളിലൊക്കെ വലിയൊരു കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ വലിയൊരു ബാൻതർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സാരംഗ്, അതേപോലെ കേണയിലെ നിഞ്ച ബോയ് ജോനതനെ പാൻ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോളർ റോണി ഫിസ്റ്റ് ചെയ്തും ജോനതനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ജോനതനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് സാരംഗ് ആ ഒരു ജോനതനെ പാൻ ചെയ്തതിന് ശേഷം നമുക്ക് റവനിന്റെ ഭാഗത്തുനിന്നും ഒരു ട്വീറ്റും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്വീറ്റിൽ പറയുന്നത് യു ആർ ദ MVP എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാനിന്റെ ഫോട്ടോ ആണ് അവർ വെച്ചിട്ടുണ്ടായിരുന്ന. ഒരു നോർമൽ ബാന്തർ, ഈ ഒരു ബാന്തർ എന്ന് പറയുന്ന 2 ടീമുകൾക്ക് റീച്ച് കിട്ടുന്ന രീതിയിൽ ഒരു ട്രോള് ആ ഒരു രീതിയിലാണ് ഈ ബാന്തർ എന്ന് പറയുന്നത്. അല്ലാതെ ഹെയ്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമല്ല.
ആൻഡ് ഇതിന് മറുപടിയായിട്ട് നമ്മളെ ഗോൾ ലൈക്കിന്റെ സ്പോർട്സ് ഹെഡ് ആയിട്ടുള്ള ഹേഡീസിന്റെ ഭാഗത്തുനിന്നും ഒരു ട്വീറ്റും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്വീറ്റിൽ പറയുന്നത് മെഡൽ ഫോർ ദം എന്ന് പറഞ്ഞിട്ട് പാനിന്റെ ഒരു ഫോട്ടോയും മെഡൽ ഫോർ അസ് എന്ന് പറഞ്ഞിട്ട് ബ്രൗൺസ് മെഡലിന്റെ ആ ഒരു ഇതുമാണ് കിട്ടിയത്. നമുക്കറിയാം ഗോൾ ലൈക്കിന്റെ മിസ്റ്റർ ടോംബോയ് എന്ന് പറഞ്ഞ പ്ലെയർ ഏഷ്യൻ ഗെയിംസിൽ ആ ഒരു ബ്രൗൺസ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു റവനന്റിനെ ട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഹേഡീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ആ ഒരു ട്വീറ്റും കാണാനായിട്ട് സാധിച്ചൊരു നോർമൽ ബാന്തറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പരസ്പരം റീച്ച് കിട്ടാനും അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടാനും വേണ്ടി കുറെ ടീമുകൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.